ഈ കണ്ടീഷനിൽ നിന്ന് എങ്ങനെ ഈ ഒരു ലുക്കിലേക്ക് പറയാം. ഈ ഒരു വണ്ടി നമ്മളടുത്ത് വർക്കിന് വരുന്ന സമയത്ത് വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്ന സിറ്റുവേഷനിലായിരുന്നു. അപ്പം ഈ ഒരു പുതിയ ലുക്കിലേക്ക് എത്തിക്കാൻ വേണം. അതിലുപരി ഇതിനകത്ത് കുറച്ച് മേജർ സർവീസസ് ഇപ്പോഴും പെൻഡിങ്ങിലായിരുന്നു താനും. അപ്പം ഇത്രയും സർവീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഒരിക്കലും ഈ ഒരു 90 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മളിതായി ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഇവൻ ഡിസ്പ്ലേറ്റിൻ്റെയൊക്കെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഡാമേജ് ആയിരുന്നു. ഡിസ്ക് പാഡ്സ് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം കാണുമ്പോൾ തന്നെ അറിയാം. പാഡ് എന്ന് ഒരിക്കലും ഇതിന് പറയാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലായിരുന്നു. ഇവൻ ഫ്രണ്ട് ബ്രേക്കും ഇതേ സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബ്രേക്ക് പാഡ്സ് രണ്ടും മാറി. പിന്നെ ചെയിൻസ് പോക്കറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിൻസ് പോക്കറ്റ് അത്യാവശ്യം തുരുമ്പെടുത്ത് നശിച്ചിരുന്നു. ഇവൻ വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയിൻസ് പോക്കറ്റ് എല്ലാം ബ്രാൻഡ് ന്യൂ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ്സ് രണ്ടും മാറി. പിന്നെ അതിൽ നമ്മൾ ആക്സിലേറ്റർ കേബിൾസ്, ക്ലച്ച് കേബിൾസ്, അങ്ങനെയുള്ള ജെന്യൂൻ സർവീസിൽ വരുന്ന പാർട്സുകളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ ഫിൽറ്റർ അങ്ങനെ മുതലായ എല്ലാ ഐറ്റംസും ചേഞ്ച് ചെയ്തു. അപ്പോൾ ഓവറോൾ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി വാഷിങ്ങിന് എത്തിച്ചു. അപ്പോൾ വാഷിങ്ങും പ്രോസസ്സും എല്ലാം കഴിഞ്ഞ് വണ്ടിയുടെ ഓവറോൾ ലുക്കിൽ ഇതാണ്.